ഇതൊക്കെ അതെന്തോ അമ്മയുടെ ഫോൺ എന്തോ പറ്റി? ആ ഞാനമ്മ വിളിച്ചായിരുന്നു കുറെ പ്രാവശ്യം. ഇന്നൊക്കെ വൈകിട്ട് തിരിച്ചു പോകത്തില്ലയോ ഇന്ന് വൈകിട്ട്? ഇന്ന് വൈകിട്ട് തിരിച്ചു പോകത്തില്ലയോ? അതെന്താ ഇവിടെ ഏ ആ ആ ആ ഞാൻ വിചാരിച്ചു എന്താ പറ്റി ഇപ്പോ? ഏ ആ ആ ആ എന്തൊക്കെ? ആ ആ ആ ആ ഓ പിന്നെന്ത് അവന് കുട്ടച്ചാട്ടം അവന്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് അവളെ കൊണ്ട്. ആ എന്തുവാണ് അവനാണെന്തോ ഞാൻ ശീലമാമനെ വിളിച്ച കഥയൊക്കെ പറയുന്നത്. നമ്മളിപ്പം എന്താണ് ശക്തിമാമനെ വിളിച്ചോ ശക്തിമാമോ എന്ന് വിളിക്കുന്നത് അവനെ ഭയങ്കര രോഗമില്ലേ. പിന്നെ അവനിരിക്കാൻ പറ്റില്ല. അല്ല അവൻ പറയുന്നത് ശീലമാമോ ഇവന് എന്റെ മുഖത്തോട്ട് അടിച്ചപ്പോഴേ ഞാൻ ശീലമാമോ അവൻ തന്നെ ഓടി വരികയായിരുന്നു. അവൻ കണ്ടോണ്ടിരിക്കുകയല്ലേ, അത് കണ്ടോണ്ടിരിക്കുക. ആ ആ ആ ഇത് ഏതാണ്ട് പിന്നെ എന്തോ ഇന്ന് എന്തോ ഞാൻ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലെന്ന് ഏതാണ്ട് എന്തോ ഞാൻ ഏതാണ്ട് പേടിച്ചിരിക്കുവായിരുന്നു എന്നാണ് എന്തോ കഴിക്കലെ മോർണിംഗ് പറയുന്നത്. എന്തുവാ ആ സ്വാമിയോട് അപ്പോഴേ എന്താ ഇങ്ങോട്ട് വന്നാൽ ഞാൻ പറയാം ആ മോഹൻ സിംഗ് കഴിക്കലെ ആ പേടിച്ചിരിക്കുവായിരുന്നു. എന്നെ പിടിച്ചോണ്ട് എന്താണ് എന്നെ പിടിക്കാൻ എന്തെല്ലാം രോഗങ്ങളാ ഇവനാ എന്തോ കുട്ടച്ചാർക്കും അവക്കും അവനും രോഗം അവളുടെ മോന്. അന്ന് എന്നെ കുറിച്ച് എന്നെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല ഉമ്മാർക്ക്. ഉമ്മാർക്ക് എന്നെയൊക്കെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഉമ്മാർക്ക് അവരുടെ കാര്യം നോക്കരുത്. ആ ഞാൻ ഇവൻ ഇനി പറഞ്ഞാൽ നമ്മൾ പിടിച്ചുകൊണ്ട് ശീലമാലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ ഇനി പറയട്ടെ എന്തോ ഇത് അങ്ങനെ ഇട്ടാ കൊള്ളത്തില്ലെന്ന് എന്റെ അഹങ്കാരമേ. ഞാൻ ഇന്നും കുറെ പേരെ കാണിച്ചപ്പോ അവരൊക്കെ അന്നേരം അവരൊക്കെ പറയുക ഞാൻ കൊള്ളാതെ എന്തോ ഒരു ചീത്തവിളിയാണ്. ആ മുണ്ട് പൊക്കി കാണിക്കുന്നത് കാണിച്ചു അവർക്ക് ഭയങ്കര ഇത്. പിന്നെ ഗോപിമാമനും പറഞ്ഞു എന്തുവാ ആരെയും കൂടുതൽ ഇവിടൊക്കെ ഉള്ളവരെ ആരെയും കൂടുതൽ നമ്മൾ വിശ്വസിക്കേണ്ട വല്ലാത്തവന്മാരാ എല്ലാവരുമാരും അമ്മാരും. ആ ആ ആ മാമന് പറഞ്ഞു. ആ ആ നമ്മളിങ്ങനെ ബൈക്കേ പോയപ്പം നമ്മളോട് പറഞ്ഞതാ. ഇത് ഇവന്മാരെയൊക്കെ ഒന്നാം പറയുന്നത് ഇതിന്റെ സ്വഭാവം ഈ കുട്ടന്റെ കുട്ടച്ചാറും സ്വഭാവമൊക്കെ ആർക്കും എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടേ ഒന്നിച്ചോ എന്റെ മോനൊക്കെ നടപ്പായി. എന്റെ മോനൊക്കെ നടന്നിട്ട് നമ്മുടെ വീടിന്റെ മുന്നിലോട്ട് വന്ന് നിൽക്കുക. ഇപ്പൊ ഗേറ്റിന്റെ മുന്നിലോട്ട് എന്തുവാണ് ഇവനൊന്ന് ഗേറ്റിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുന്നില്ല. ഇവന്റെ മോന് ഇങ്ങനെ ഇങ്ങനെ നടക്കരുത്. ഇവന് വീട്ടിലേക്ക് വിളിക്കാൻ വയ്യ. ആ ആ ആ കൂട്ടിയിട്ടേക്ക്. പണ്ടിങ്ങനെ ഇവന്റെ തന്ത നമ്മുടെ ഗേറ്റ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നാ ഉണ്ട് അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കാൻ നാട്ടുകാർ ഇങ്ങനെ വന്ന് മുന്നിൽ നിൽക്കാറുണ്ട്. ഇതുപോലെ വന്നെങ്കിൽ ശല്യമായിരുന്നു എന്നുള്ളത് ഇങ്ങനെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയായിരുന്നു. പഠിച്ചത് അത് കാണിക്കണം. ആ കുട്ടച്ചാല് ഇന്നലെ ചീത്തവണി കൂടി വരും. ഇവനെ തുണി പൊക്കിക്കാണെങ്കിൽ എല്ലാവരും കണ്ടില്ലേ ഇപ്പൊ തുണി പൊക്കുന്നതും മുഖത്തോട്ടൊക്കെ ചോർച്ചടിക്കുന്നു. ഇവനൊക്കെ ആരാ നമ്മുടെ മുഖത്തോട്ട് ചോർച്ചടിക്കാനൊന്നും ആരെങ്കിലും മുഖത്തോട്ട് ചോർച്ചടിക്കും. അടി അന്നേരം കൊടുക്കും. വേറെ വല്ലവരുടെ മുഖത്തോട്ട് ചോർച്ചടിക്കും.
തോന്നാണെങ്കിലേ ഇപ്പൊ വേറെ ഒരു പെണ്ണുങ്ങളെ മുഖത്തോട്ട് അടിച്ചു നോക്കണം. അടിയാണെന്ന് എപ്പം കൊണ്ടെന്ന് ചോദിച്ചാൽ മതി. ഒറ്റ അടിക്ക് വരെ ചുരുട്ടി കൂട്ടിയ ആളുകള്. ഇവരൊന്ന് അടിച്ചു നോക്കണം. ഈ നമ്മുടെ മുഖത്തോട്ട് എന്റെ ഇരിപ്പുണ്ട് റെക്കോർഡ്. നമ്മുടെ മുഖത്തോട്ടൊന്ന് അടിച്ചോടെ നിൽക്കില്ല ഇവന്. വെട്ടിച്ചു വെട്ടിച്ചു വെട്ടിച്ച് ഇപ്പൊ വലിയ ഇവന് ആരാണ് എന്തോ ഇവന് ആരാന്ന് അറിയത്തില്ലേ. എന്തോമേ അമ്മയുടെ കാര്യം പറഞ്ഞു. ഹോളി 3-4 അത് കഴിയുമ്പോ വരും. 3-4 അങ്ങനെ വലിയ അഹങ്കാരമായിരുന്നു. എന്റെ ഇന്ന കുറച്ചുപേര് വേറെയൊക്കെ ചീത്ത പറയുന്നതൊക്കെ കേട്ടപ്പോ അവരൊക്കെ കൊള്ളാവല്ലോ അത് നിർത്തുന്നെന്നാ പറയുന്നത്. അതുപോലത്തെ ചീത്തയല്ലേ വിളിക്കുന്നത് അങ്ങനെ. നമ്മുടെ കാര്യമില്ല നമ്മുടെ തലയിലോട്ട് ലേസർ അടിക്കുന്നത്, നമ്മുടെ കുഴിക എടുക്കുന്നതും പഠിക്കുന്നതും നമ്മൾ പറയും. അല്ലാതെ നമ്മൾ പറയും നമ്മളിങ്ങനെ ഇവൻ വിളിക്കുന്നവരെ മായും പൂയൊക്കെ വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവരെന്തോ വിളിക്കുന്നത്. ഇവരൊന്നും നമ്മളെ കാണുന്ന നമ്മളെ ഇവന്റെ വഴിയെ പോകുന്നുണ്ട് അവന് ഇതാക്കണം, വഴിയെ പോകുന്നുണ്ട് നമ്മളെ ചീത്ത വിളിക്കണം. എങ്ങനെയാണ് നമ്മളെ ചീത്ത വിളിക്കണം? വഴിയെ പോകുന്നത് നമ്മളിതുവരെ വഴിയെ പോകുന്നതുകൊണ്ട് ചീത്ത വിളിക്കോ? അങ്ങനെ ചീത്ത വിളിച്ചില്ലോ. നമുക്ക് അമ്മേനെ വിളിക്കാൻ പറ്റത്തില്ല. പാല് പോടും മറ്റേത് പോടും മറ്റേത് പോടും ഇങ്ങനെയൊന്നും രോഗമില്ലായിരുന്നു. ഇങ്ങനെയൊന്നും ഭയങ്കര രോഗമില്ല. കാണുന്നൊന്നും രോഗം ഇപ്പഴും തീർന്നില്ല. അതിന് തിരിപ്പ് അവരവന്റെ മോനിൽ തോന്നുന്നില്ല. അവന്റെ മോനുണ്ട് രോഗമായിട്ട്. അവന്റെ മോൻ ആരാ? ഇതിന്റെ അപ്പുറവാ. രാവിലെ അപ്പഴും മോനും കൂടെ കിടന്ന് ഭയങ്കര ചിന്തകളിയായിരുന്നു. പോടാ പറ്റി മറ്റേ പറ്റി എന്നൊക്കെ അപ്പഴും മോനും കൂടെ ഇറങ്ങിയതായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചീത്ത വിളിച്ചോണ്ടിരിക്കണം. ഇങ്ങനെ അപ്പഴും മോനും കൂടെ ഭയങ്കര ചിന്തകളിയാണ്. പട്ടി 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 വേണ്ടി ഇതൊക്കെ അവന്മാര് തമ്മി വിളിക്കുന്നത്. എന്നിട്ടാ നായി പൂവിനും കൂടെ വേണ്ട അവന്മാര് തമ്മി വിളിക്കുന്നത്. എന്നിട്ട് നമ്മളെ മണ്ടത്തോട്ട് അവർ കഴിയുമ്പോൾ നമ്മളെ മണ്ടത്തോട്ട് കയറും. ഇവരെ പിടിച്ചോണ്ട് പോയി ഇരുന്ന സമയം കഴിഞ്ഞു. രണ്ടിനെ 3 തള്ളയും തന്തയും മോനെയും വിളിച്ചിരുന്ന സമയം കഴിഞ്ഞു. ഭയങ്കര തെറിവിളിയാ അങ്ങോട്ടിങ്ങോട്ട്. പണ്ടേ എനിക്കറിയാം 3 കൂടെ തെറിവിളിയായിരുന്നു. പിന്നെ എന്തോ ഓൺലൈൻ പിന്നത്തൊക്കെയാണ് എന്തല്ല നീ ഏത് പെണ്ണുങ്ങളെ വടക്കേക്കാ, ഏത് പെണ്ണുങ്ങളെ വടക്കേക്കാ എന്നൊക്കെ ചോദിച്ചെന്ന്. എന്താ നിന്റെ ഫോണും ചെയ്യലാ നിനക്കെ പറഞ്ഞ വലിയ ഡ്രാമയായിരുന്നു പണ്ട് കുറെ ഡ്രാമ എടുത്തു തരും ഇങ്ങനെ. ഇവരൊന്നും നടത്തേനെ ഒരു പണിയില്ല. എന്തോ ഇതിനെ ഇവിടെ കയറി വയ്ക്കാൻ എങ്ങനെയൊക്കെയാലോ എന്നൊക്കെ അവനവന്റെ കാര്യം നോക്കണം. എന്നെ വലിയ എങ്ങനെയൊക്കെയാലോ. അല്ല ഇവനെ തെളിവിക്കണമെങ്കിൽ അവന്റെ വീട്ടിലുള്ളവരെ തെളിവിക്കണം. നമ്മളെ തെളിവിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞു ഇന്ന് ഗോപിമാമനോട് ഞാൻ പറഞ്ഞു. ഇന്ന് ഗോപിമാമനും വന്ന് അവൻ പറഞ്ഞു എന്തുവാ ഞങ്ങളുടെ വടക്കേത്തോട്ട് ഇറങ്ങുമ്പോൾ ഇത് കാണുന്നവരെ തെളിവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരിങ്ങനെ പണ്ടേ അപ്പം അവനൊക്കെ അറിയാം എന്റെ ക്യാമറയൊക്കെ തള്ളി പൊട്ടിച്ചതും എല്ലാം അറിയാൻ വയ്യാത്തൊന്നും. നമ്മളാണോ വേണ്ട വല്ലവരും ക്യാമറ പോയി തല്ലിപ്പൊട്ടിച്ച് നോക്കട്ടെ എന്തോ എടുക്കുമെന്ന് നമ്മള്. അങ്ങനെ 50,000 ഞാൻ നഷ്ടപരിഹാരം വാങ്ങിക്കും എന്നോട്. പൊട്ടിച്ചവന്മാരല്ല എനിക്കറിയാം. പൊട്ടിപ്പിച്ചവരാണെന്ന് അറിഞ്ഞാൽ മതി. പൊട്ടിപ്പിച്ചവന്മാർ പോട്ടെ, അവന്മാരെ വെറുതെ ഇടും. പൊട്ടിപ്പിച്ചവന്മാരുണ്ടല്ലോ അവരെ കിടക്കുന്നത്. പൊട്ടിച്ച ആ പൊട്ടിപ്പിക്കാൻ അവന്മാര് വന്ന് പൊട്ടിക്കത്തില്ലല്ലോ. പൊട്ടിപ്പിച്ചതായത് അത് പൊട്ടിപ്പിച്ചവര് ആരാന്ന് അവന്മാർക്ക് അറിയാലോ. നല്ലപോലെ പൊട്ടിച്ചവർക്ക് അറിയാലോ പൊട്ടിപ്പിച്ചവരാണ് ആരാണ്. ക്യാമറ പൊട്ടിപ്പിച്ചത് ആരാ പറഞ്ഞു വിട്ടത്? പൊട്ടിച്ചവർക്ക് അറിയാമല്ലോ ആരാ പൊട്ടിക്കാൻ പറഞ്ഞു വിട്ടതെന്നുള്ളൂ. അവർക്ക് നല്ലപോലെ അറിയില്ല. അവര് വന്ന് പറഞ്ഞാൽ നിന്നവര് പറഞ്ഞിട്ടാണ് അവരെ അങ്ങനെ കോടതി വെറുതെ ഇടും. പൊട്ടിച്ചാലില്ലേ കണ്ടത്. അല്ലാതെ അവർക്ക് ആദ്യം പൊട്ടിപ്പിച്ചതല്ലേ.